Good morning to all of you. Today we are going to talk about timekeeping. Timekeeping refers to the recording of the time of workers' arrival at and departure from the factory for the purpose of attendance, enforcement of discipline within the organization, and preparation of wage sheets. It enables the management to fix the wages of workers who are paid on time basis, to determine the normal time of work, to check late attendance, to comply with statutory requirements, and to apportion overhead costs. Recording of time is the responsibility of the personnel department. Generally, time of in workers and out workers are recorded at the main gate of the factory. ടൈം കീപ്പിംഗ് എന്ന് പറയുന്നത് സാധാരണ നമ്മളുടെ സ്ഥാപനങ്ങളിൽ അഥവാ ഫാക്ടറികളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അറ്റൻഡൻസ് രജിസ്റ്ററാണ്. അവിടുത്തെ വർക്കേഴ്സ് ഏത് സമയത്ത് വരുന്നു, ഏത് സമയത്താണ് അവിടെ നിന്ന് ജോലി പൂർത്തീകരിച്ച് പോകുക തുടങ്ങിയ കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമാണ് അറ്റൻഡൻസ് രജിസ്റ്റർ. അങ്ങനെ ആ അറ്റൻഡൻസ് രജിസ്റ്റർ പ്രധാനമായിട്ടും തൊഴിലാളികൾ എത്ര മാത്രം സമയം അവിടെ ചെലവഴിക്കുന്നു എന്നുള്ളതിൻ്റെ രേഖയാണ് സൂക്ഷിക്കുക. അങ്ങനെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിക്കാരുടെ വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയെയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുക. ഇത് സ്ഥാപനങ്ങൾക്ക് അച്ചടക്കം നിലനിർത്തുന്നതിനും അതോടൊപ്പം കൃത്യസമയത്ത് വന്ന് ജോലിയിൽ പ്രവേശിച്ച് ജോലി ഭംഗിയായി ചെയ്യുന്നതിനും അതിനുശേഷം അവർക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന് ശേഷം അവർക്ക് തിരികെ പോകുന്നതിനുമുള്ള ക്രമീകരണമാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ എത്രമാത്രം സമയം വർക്ക് ചെയ്യണം എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ടൈം കീപ്പിംഗ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് നീഡ്, ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ടൈം കീപ്പിംഗ്. Meeting statutory requirements. It is compulsory that every organization must keep a record of its workforce and their presence in the organization by recording time of arrival and departure. Preparation of payrolls. Payroll is a list of all employees showing major details relating to their pay, particularly their gross pay, deductions, and net pay. The payroll or wage sheet can be prepared only with the help of time kept by the time-keeping department. സാധാരണഗതിയിൽ ഒരു എംപ്ലോയിക്ക് സാലറി ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ എത്ര ദിവസം ആ സ്ഥാപനത്തിൽ അയാൾ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ
അവരുടെ ബില്ല് പ്രിപ്പയർ ചെയ്യുകയും അത് കൃത്യമായിട്ട് ട്രഷറിയിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്താണ് സാധാരണഗതിയിൽ സാലറി ലഭിക്കുക. അപ്പോൾ അവിടെ പേറോൾ എന്ന് പറയുമ്പോൾ ഈ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഗ്രോസ് പേ എന്താണ്, അതിൽ നിന്നുള്ള ഡിഡക്ഷൻസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ആ സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഈ പറയപ്പെടുന്ന ഡീറ്റെയിൽസ് പ്രത്യേകമായി പ്രിപ്പയർ ചെയ്യുന്ന സംവിധാനത്തെയാണ് പേ റോൾസ് എന്ന് പറയുക, അഥവാ വേജ് ഷീറ്റ് എന്ന് പറയുക. കാൽക്കുലേഷൻ ഓഫ് ലേബർ കോസ്റ്റ്. ഇവിടെ ഒരു വർക്കർ എത്രമാത്രം സമയം സ്ഥാപനത്തിൽ ചെലവഴിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വർക്കറുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ്, അഥവാ ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ലേബറുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് കാൽക്കുലേഷൻ ഓഫ് ലേബർ കോസ്റ്റ്. അത് ടൈം കീപ്പിംഗ് സിസ്റ്റത്തിലാണ് കൂടുതൽ ഭംഗിയായി നടക്കുക. എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഡിസിപ്ലിൻ. The recording of the time of arrival and departure of workers help to enforce discipline so that productivity can be improved. Determining productivity. Labor cost control and reduction can be effected only through reducing and eliminating idle time and by increasing the productivity of the workforce. ഐഡിൽ ടൈം പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ടൈം കീപ്പിംഗ് സിസ്റ്റത്തിൽ ഉണ്ട്. കാൽക്കുലേറ്റിംഗ് ഓവർഹെഡ് കോസ്റ്റ്. ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഇൻഡയറക്റ്റ് കോസ്റ്റാണ്. അപ്പോൾ പലപ്പോഴും ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒരു മാനുഫാക്ചറിങ് കൺസേണിൻ്റെ ലേബർ കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം വരിക. അതായത് ഇൻഡയറക്റ്റ് കോസ്റ്റ് അഥവാ ഓവർഹെഡിനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ പലപ്പോഴും ഓവർഹെഡ് കോസ്റ്റ് എത്രയാണെന്ന് അറിയാൻ അടിസ്ഥാനമായിട്ട് സ്വീകരിക്കുന്നത് ലേബർ കോസ്റ്റിൻ്റെ പ്രത്യേക അനുപാതം അനുസരിച്ച് ആയിരിക്കും. അതുകൊണ്ട് ഓവർഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പ്രത്യേകമായിട്ട് ഓവർഹെഡിൻ്റെ പ്രപ്പോർഷനെ പറ്റി ഒന്നും പറയുന്നില്ല എങ്കിൽ അത് ലേബർ കോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എത്രമാത്രം ഓവർഹെഡ് അവിടെ സംഭവിച്ചു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. Factory overhead of any concern depends mainly on its labor cost. The overhead may be some proportion of the labor cost. Hence, for the purpose of calculation of overheads, the wage payments on the basis of the record of the timekeeping department is very helpful. Making sure that the wage payment is real. Wage payment is an item through which misappropriations of money is made. It may be through inclusion of ghost workers recording more pay through wrong attendance, etc. In order to eliminate such misappropriations, timekeeping is essential.
Next one is features or essentials of good timekeeping system. Supervision of a responsible officer. അതായത് അറ്റൻഡൻസ് പലപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക ഒരു റെസ്പോൺസിബിൾ ഓഫീസറുടെ നേതൃത്വത്തിലായിരിക്കും. അതൊരു ഫാക്ടറിയെ സംബന്ധിച്ചാണെങ്കിൽ ആ ഫാക്ടറിയുടെ ഗേറ്റിൽ ആ സൂപ്പർവൈസർ പ്രസൻ്റ് ആയിരിക്കും. എലിമിനേഷൻ ഓഫ് പ്രോക്സി. അറ്റൻഡൻസിൽ വർക്കേഴ്സ് സൈൻ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് പലപ്പോഴും പകരക്കാരൻ അറ്റൻഡൻസിൽ സൈൻ ചെയ്യുന്നത് ഇത് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. നോ ഡിസ്ക്രിമിനേഷൻ ഇൻ ടൈം കീപ്പിംഗ്. ടൈം റേറ്റ് സിസ്റ്റത്തിലാണെങ്കിലും പീസ് വേജ് സിസ്റ്റത്തിലാണെങ്കിലും അറ്റൻഡൻസ് എന്നുള്ളത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. സഫീഷ്യൻ്റ് നമ്പർ ഓഫ് റെക്കോർഡിംഗ് മെഷീൻസ്. അതായത് ഫാക്ടറികളുടെ ഗേറ്റിൽ അറ്റൻഡൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മെഷീൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കുന്നു. റെക്കോർഡിംഗ് ദ ടൈം ഓഫ് ഡിപ്പാർച്ചർ ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സ് ഫാക്ടറിയിൽ നിന്നും പോകുന്ന സമയം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. റെക്കോർഡിംഗ് ദ ലേറ്റ് കമേഴ്സ്. താമസിച്ച് വരുന്നത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നു. പോസിബിലിറ്റി ഓഫ് ക്രോസ് ചെക്കിംഗ് ദ ടൈം റെക്കോർഡ്സ്. അതായത് ഫാക്ടറി ഗേറ്റിലെ അറ്റൻഡൻസ് രജിസ്റ്ററും അതായത് ഡിപ്പാർട്ട്മെൻറ്റിലെ അറ്റൻഡൻസ് രജിസ്റ്ററും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാൽ ഇവ തമ്മിൽ പരസ്പരം ക്രോസ് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്നു.